കേരള കോൺഗ്രസിലെ മാരത്തൺ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് സൂചന. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെയും KPCC ഭാരവാഹികളുടെയും അഭിപ്രായം രാഹുൽ ഗാന്ധി ഇന്നലെ കേട്ടിരുന്നു. ഡൽഹിയിൽ നിന്ന് വിനീത വിജയും തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളിയും ചേരുന്നുണ്ട്. ആദ്യം വിനീതയിലേക്ക്. വിനീത, ഇന്നലെ ഡൽഹിയിൽ നടന്നത് നീണ്ട ചർച്ചകളാണ്. രാത്രി 8:30-ക്കാണ് ഏറ്റവും ഒടുവിൽ VM സുധീരൻ രാഹുൽ ഗാന്ധിയെ കാണുന്നത്. അങ്ങനെ ഈ നീണ്ട ചർച്ചകളിൽ നേതാക്കളുടേത് ഭിന്നാഭിപ്രായങ്ങളാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഘടകകക്ഷികളുമായി സംസാരിച്ചു കഴിഞ്ഞു. സോണിയാഗാന്ധി ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ടോ? ഇന്ന് എപ്പോഴാകും പ്രഖ്യാപനം? കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട് അവസാനവട്ട കൂടിക്കാഴ്ചകളാണ് ഡൽഹിയിൽ ഇന്നലെ നടന്നത്. വിനീത വിജി ചേരുന്നുണ്ട്. വിനീത, ഇന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കുമോ? ഇനിയും ആരെങ്കിലുമായി, പ്രത്യേകിച്ച് ഘടകകക്ഷികളുമായോ സോണിയാഗാന്ധിയുമായോ ഒക്കെ ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ? ഗോകുൽ, ഗുഡ് മോർണിംഗ്. സോണിയാഗാന്ധിയുമായുള്ള ചർച്ചകൾക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അന്തിമഘട്ടത്തിൽ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപായി സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി ഹൈക്കമാൻഡ് തേടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ മറ്റു നേതാക്കളിലേക്കുള്ള ചർച്ചകൾക്കുള്ള ഒരു സാധ്യത ഇനി ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നലെ ഡൽഹിയിൽ കേരളത്തിൽ നിന്നടക്കമുള്ള നേതാക്കൾ എത്തുകയും കേരളത്തിലെ നേതാക്കളോട് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള അഭിപ്രായം ആരായുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഓരോ നേതാക്കൾക്കും മാക്സിമം 15 മിനിറ്റോളമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി VM സുധീരനുമായുള്ള ഹൈക്കമാൻഡിന്റെ കൂടിക്കാഴ്ച, രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച ഏതാണ്ട് അരമണിക്കൂറിലേറെ നീണ്ടിരുന്നു. എല്ലാ നേതാക്കളും അവരുടെ അഭിപ്രായങ്ങൾ രാഹുൽ ഗാന്ധിയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം നേതാക്കൾ MLA-മാരുടെ പിന്തുണയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന തരത്തിൽ സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ VM സുധീരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഈ കേരളത്തിലെ ജനവികാരം കൂടി പരിഗണിക്കപ്പെടണമെന്നൊരു ആവശ്യവും രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാകും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഇന്നലെ മല്ലികാർജുൻ ഖർഗെ ബംഗളൂരുവിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ ഡൽഹിയിലേക്ക് എത്തിയിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയുമായുള്ളൊരു കൂടിക്കാഴ്ച ഇതിൽ സാധ്യമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് മറ്റ് ചില മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടിരുന്നാലും ആ മീറ്റിങ്ങുകൾ നീണ്ടുപോയതിനാലും ഇന്നലെ മല്ലികാർജുൻ ഖർഗെയുമായി നേരിട്ടുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് മല്ലികാർജുൻ ഖർഗെയുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും അന്തിമഘട്ട ചർച്ചകളിലേക്ക് എത്തുമെന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ ചർച്ചകളിൽ ഒരു തീരുമാനമുണ്ടായാൽ ഇന്ന് തന്നെ പ്രഖ്യാപനത്തിലേക്ക് കടന്നേക്കും. ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.